MCB കത്തിപ്പിടിച്ചതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അത് സാധാരണക്കാരെ നമുക്കൊന്നും മനസ്സിലാവില്ല, ഇതിനോടുള്ള എഞ്ചിനീയർമാർക്ക് മനസ്സിലാവുള്ളൂ. ആ സാധനങ്ങൾ അതിന്റെ ഉള്ളിലുള്ള, അതായത് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അകത്തുള്ള ഒരു മുറിയിലാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഈ സാമഗ്രികളെല്ലാം ഫിറ്റ് ചെയ്തിട്ട്, അല്ലാണ്ട് വെറുതെ വെച്ചിരുന്നല്ല, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫിറ്റ് ചെയ്ത സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത്. അത് തുറന്നു നോക്കിയപ്പോഴാണ്, ഇതിന്റെ എഞ്ചിനീയറിംഗ് സെക്ഷൻ വന്ന് നോക്കിയപ്പോഴാണ് അതിലെ പലവിധ സാധനങ്ങളും കാണാനില്ല. അതായത് റൂം തുറന്നിട്ടില്ല, ചുമരുകൾ തുറന്നിട്ടില്ല, പൂട്ട് പൊളിച്ചിട്ടില്ല. ഇത് ഞങ്ങളെ പോയിപ്പോ വിളിച്ചിട്ടുണ്ടായില്ല, ഇന്നലെ ചെയർമാൻ വിളിച്ച മീറ്റിംഗിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പൂട്ട് പൊളിച്ചിട്ടില്ല. അപ്പൊ പൂട്ട് പൊളിക്കാതെ ചുമര് തുറക്കാതെ എങ്ങനെ കളവ് പോയി? ഏകദേശം 75-80 ലക്ഷം രൂപയുടെ സാമഗ്രികൾ ഫിറ്റ് ചെയ്തിട്ട് ഈ ഫയർ ആൻഡ് സേഫ്റ്റി സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിൽ നിന്ന് ഭീമമായ സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചിട്ടും ചാവി എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചെയർമാനും ഉദ്യോഗസ്ഥർക്കും ഇത് ആരുടെ മുതലെന്നൊന്നും അറിയില്ല. പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞില്ല. ഒരു വയർപ്പ് പോലും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കാര്യം പോലും അവർ ചെയ്തിട്ടില്ല. അത് ഇല്ലാണ്ടാക്കാനാ നോക്കിയിട്ടുള്ളൂ. അത് അവരെ ഞാൻ കുറ്റം പറയില്ല. അത് അവർക്ക് ഇത് അവരെ പറയേണ്ടത് സാധാരണക്കാരായ ജനങ്ങളുണ്ട്, ചാലക്കുടിയിലെ ജനങ്ങൾ ഇവിടെ ജയിപ്പിച്ചു വിട്ടവരുണ്ട്. അത് അവർ ചോദിച്ചോളും. ഒരു കൊല്ലം കഴിയുമ്പോൾ അവർ ചോദിച്ചോളും, നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളത് ജനം ചോദിച്ചോളും. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല, ഇത് ഞങ്ങളുടെ ആണോ എന്ന് അറിയില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞ മീറ്റിംഗിൽ ചെയർമാൻ പറഞ്ഞത് ഇത് നമ്മുടെ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കൊന്നും വിട്ടു തന്നിട്ടില്ല എന്ന് പറയുന്നത്. നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ സ്ഥലത്ത് പണിത കെട്ടിടം അത് നഗരസഭ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ അല്ലെങ്കിൽ എത്ര പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത് ഒരു ക്രിസ്ത്യൻ ഇതിന് കൺവെൻഷൻ കൊടുത്തു. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തി അതിൽ പോകുന്നുണ്ട്. നമ്മുടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റണേ? ആരെയും ഇതിന് ഒരു ചാർജ് പോലും കൊടുത്തിട്ടില്ല. ഇവിടെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ച സംഭവം അറിഞ്ഞിട്ട് ഇന്നേ വരെ പരാതി കൊടുത്തിട്ടില്ല. ഇന്നലെ ചെയർമാൻ ഞങ്ങളെല്ലാവരും മീറ്റിങ്ങിന് വിളിച്ചു. ഞങ്ങൾ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കിത് അന്വേഷിക്കണമെങ്കിൽ ചെയർമാൻ ഇന്ന് തന്നെ പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്തു എന്ന് വെച്ച് പറഞ്ഞു, കൊടുത്തിട്ടില്ല. ഞാൻ ചെയർമാൻ പലവട്ടം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടും സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു കഴിവാണ്. ഇദ്ദേഹം ഇപ്പോ കുറെ നാളെ കൗൺസിലിൽ 2 പ്രാവശ്യം പറഞ്ഞു. ഇതിപ്പോ ഞങ്ങളോട് ഇന്നലെയും പറഞ്ഞു. അതായത് ഇദ്ദേഹം പറഞ്ഞിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോ കൂട്ടാക്കുന്നില്ല. അപ്പോ നമ്മുടെ ജോലി കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ അന്നൊരു കാര്യം, നിങ്ങൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തിട്ട് ഇന്നലെ പരാതി കൊടുക്കണം നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. എമ്മീനും വിളിച്ചിരുത്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ എമ്മീനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ക്ലർക്ക് കൊണ്ടു കൊടുത്തു എന്ന് എനിക്കറിയില്ല എന്ന്. ഇന്നലെ ചെയർമാൻ പറഞ്ഞത് ഏകദേശം 10 ലക്ഷം രൂപയുടെ സാധനം കളവ് പോയിന്ന് പറയുന്നത്. 10 ലക്ഷം അല്ല, അതിന് മേലെ പോയിട്ടുണ്ട്. അത് അതിന്റെ റിപ്പോർട്ടൊക്കെ കിട്ടാൻ പോണല്ലോ. എഞ്ചിനീയർ സെക്ഷൻ ബ്ലോക്ക് ജില്ലാ തലത്തിലുള്ള എഞ്ചിനീയർ വന്നിട്ട് നോക്കിയിട്ടുണ്ട്. അതിന്റെ എന്തൊക്കെ കാണാതായിട്ടുള്ളതെന്ന് അവര് പറഞ്ഞിട്ട് അതിന്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരിട്ട് തരുള്ളൂ. ഇത് ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും വലിയ വീഴ്ച. ഈ ഭരണം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ഒന്നില്ലെങ്കിൽ ഇവര് രാജിവെച്ച് പോകണം, പുതിയ ഇലക്ഷന് കൊടുക്കണം. ഇവരോട് പറ്റില്ല. ഇവർ ചാലക്കുടി നഗരസഭനെ ഇവര് കട്ടുമുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്, കട്ട ആൾക്കാർ ഞങ്ങൾക്ക് അറിയാന്ന് പറയണേ. എന്നാ പറയാൻ പറഞ്ഞു, അത് വരേണ്ട സമയമാകുമ്പോൾ പറയാന്ന്. അപ്പൊ ഇതിൽ ശരിക്കും സംശയിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചുമരുകൾ പൊളിച്ചിട്ടില്ല, പൂട്ട് തല്ലി പൊളിച്ചിട്ടില്ല. എന്നിട്ടാണ് അതിന്റെ അകത്ത് നിന്ന് ചെയർമാൻ പറയുന്നത് 10 ലക്ഷം രൂപയുടെ പോയിന്ന്. 10 ലക്ഷത്തിനധികം, അതായത് ഒരു 75-80 ലക്ഷം രൂപയുടെ മുതൽ അതിന്റെ അകത്തുണ്ട്. അത് വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പൈപ്പ് റേഞ്ച് പോലുള്ള സാധനങ്ങൾ അത് കൊണ്ടുവന്നിട്ട് അതിന്റെ നെട്ട് പൊട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അത്ര ബലപരമായ കാര്യങ്ങളും അത്ര ആയുധങ്ങളും സാമഗ്രികളും കൊണ്ടുവന്ന് വന്നാൽ മാത്രമാണ് അതിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നഗരസഭയുടെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ഇത് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ശ്രീ BD ദേവസ്വയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 10 കോടി രൂപ ചെലവിലാണ് ചാലക്കുടി നഗരസഭയിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത്. ആ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിട്ട് ഇന്ന് 4 വർഷം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ 4 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ ഇൻഡോർ സ്റ്റേഡിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിനേക്കാളും വളരെ ഗുരുതരമായിട്ടൊരു വിഷയം ജനങ്ങളെ അറിയിക്കാനും മറ്റുമാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 10 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഏകദേശം 1 കോടി രൂപയിലധികം ചെലവഴിച്ചിരിക്കുന്നത് അതിലെ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ആ 1 കോടി രൂപ ചെലവില്
ഈ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള കാര്യങ്ങൾ നിർമ്മിച്ചതിൽ അത് സൂക്ഷിച്ചിരിക്കുന്ന റൂം താഴിട്ട് പൂട്ടിയിട്ട് അതിന്റെ താക്കോല് ചാലക്കുടി നഗരസഭയുടെ കയ്യിലാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ താക്കോല് നഗരസഭയുടെ കയ്യിലാണ്. ആ സംഭവം വാടകയ്ക്ക് കൊടുക്കുന്നത് നഗരസഭയാണ്. ആ നഗരസഭയുടെ കൈവശം ഇരിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വലിയൊരു ഭാഗം മോഷണം പോയിരിക്കുകയാണ്. ഏകദേശം ചെയർമാൻ പറഞ്ഞ കണക്ക് 10 ലക്ഷം രൂപ, പക്ഷേ 10 ലക്ഷം രൂപയല്ല, 25 ലക്ഷം രൂപയിലധികം വില വരുന്ന സാധന സാമഗ്രികളാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അവിടെ മോഷണം പോയതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇത് കണ്ടെത്തിയിരിക്കുന്നത്, അവിടെ മോഷണം പോയി എന്നുള്ള കണ്ടെത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ വിഭാഗം, ചാലക്കുടി നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ജോയിന്റ് ഇൻസ്പെക്ഷനിലാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള വലിയൊരു വീഴ്ച അല്ലെങ്കിൽ വലിയൊരു കളവ് നടന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ കളവ് ബോധ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 20 ദിവസം കഴിഞ്ഞു. കളവ് ചാലക്കുടി നഗരസഭയുടെ ഒരു പൊതുമുതല് കട്ടുവെന്ന് അറിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു കടലാസ്, അതിന്റെ ഒരു പരാതി സംബന്ധിച്ചിട്ട് കടലാസ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് ഇതേവരെ ചാലക്കുടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് 3.5 വർഷം കഴിഞ്ഞു ഈ ഭരണം നിലവിൽ വന്നിട്ട്. പുതിയതായിട്ട് ഒരു വികസന പ്രവർത്തനവും ചൂണ്ടിക്കാണിക്കാവുന്ന ഉണ്ടായിട്ടില്ല. ഒരു വികസന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ആ വികസന പ്രവർത്തനം നടക്കണ്ട, വേണ്ട, പോട്ടെ. നിലവിലുള്ളവ സംരക്ഷിക്കാൻ പോലും ബഹുമാന്യമായിട്ടുള്ള ചെയർമാൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടി നഗരസഭയുടെ നിലവിലുള്ള സ്വത്ത് സൂക്ഷിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇന്നലെ ഞങ്ങൾ ഈ പറഞ്ഞ കൗൺസിലർമാരെല്ലാവരും ഉണ്ട്, പ്രതിപക്ഷത്തെ കൗൺസിലറുണ്ട്, ഭരണകക്ഷിയിലെ കൗൺസിലറുണ്ട്. ഞങ്ങളിത് പറഞ്ഞത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പ്രതിപാദിച്ച അതേ കാര്യം തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ കേൾക്കുന്നില്ല. പരാതി കൊടുക്കാനായി ഞാൻ മുനിസിപ്പൽ എഞ്ചിനീയറുടെ അടുത്ത് 3 വട്ടം പറഞ്ഞു എന്നാണ് ചെയർമാൻ പറയുന്നത്. എഞ്ചിനീയർ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞാൽ കൊടുത്ത് ഉദ്യോഗസ്ഥരെ കേൾക്കുന്നില്ല. എന്റെ ചെയർമാനെ, ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിങ്ങൾ എന്തിന് ഈ ചെയർമാൻ പദവിയിൽ ഇരിക്കുന്നു? നിങ്ങൾക്ക് നാണമില്ലേ? രാജിവെച്ചു പോ, നിങ്ങൾ രാജിവെച്ചു പോ. ചാലക്കുടിയിലെ നഗരസഭയിലെ 50,000-ഓളം വരുന്ന ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ വേണ്ട. ചാലക്കുടി നഗരസഭയിലെ ആദ്യത്തെ ചെയർമാനായിരുന്ന CI ജോർജ്, ഇദ്ദേഹത്തിന്റെ പിതാവ്, ഇതിനേക്കാൾ എത്രയോ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനടക്കം ഇതുപോലെ ഒരു കളങ്കമായിട്ട് ഇദ്ദേഹം മാറരുത്. ഇദ്ദേഹം രാജിവെച്ചു പോകണം. ഈ ഭരണം 3 പേർക്കായിട്ട് പങ്കിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ പൈലപ്പൻ ബഹുമാനായിട്ടുള്ള പൈലപ്പന്, അത് കഴിയുമ്പോൾ AB ജോർജിന്, അത് കഴിഞ്ഞ് ഷിബുവിന്. ഈ വീതം വെച്ച് ചാലക്കുടി നഗരസഭയിലെ 5 വർഷക്കാലം ചാലക്കുടിയിലെ ഒരു വികസന പ്രവർത്തനം നടക്കാതെ, ഇവിടെയുള്ള സ്വത്തുക്കൾ പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഒരു ഭരണമായിട്ട് ഈ ഭരണം പോയിക്കൊണ്ടിരിക്കുകയാണ്.